ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈൻ. ഞാൻ ഇന്ന് വായി നോക്കാൻ പോകുന്നത് നെസ്റ്റോയിലേക്കാണ്. നെസ്റ്റോയിൽ ഒരുപാട് ഓഫർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഒരു ഓട്ടോ പിടിച്ചങ്ങ് ചെന്ന്. നെസ്റ്റോ ഇപ്പം നമ്മളുടെ ഒരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് പിറകി തുടങ്ങി ഇതിനൊന്നും ഓഫറില്ല. നല്ല നല്ല ഓഫറുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന് ഒരു സൈഡിൽ നിന്ന് പിറക്കി തുടങ്ങാം. ഓക്കെ. പിസ്സ മാത്രം മതി. ഞാൻ അവിടെ ചെന്ന് ബിരിയാണി കഴിക്കാനുള്ളതല്ലേ. പിറക്കി നമ്മൾ ഏറ്റവും അവസാനം ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിനി പിസ്സയും റോളും ഒക്കെ ഓർഡർ ചെയ്തേ. ഈ പിസ്സയൊക്കെ കൊള്ളായിരുന്നു. നമ്മൾ ഒരു നേരം ചെറുതായിട്ട് വിശക്കുമല്ലേ, അപ്പം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്ന അറിയും. എനിക്ക് തോന്നി കേട്ടോ. ഇപ്പം റോള് മേടിച്ചായിരുന്നു, അത്യാവശ്യം 50 രൂപ ഉള്ളായിരുന്നു. പിസ്സയ്ക്ക് 30 രൂപ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരം വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാനൊരു നെസ്റ്റോ ലവറായി മാറിയിരിക്കുന്നു. ഇപ്പൊ എൻ്റെ ഒരു സ്നേഹം നെസ്റ്റോയിലുള്ളത് കൂടിക്കൂടി വരുന്നുണ്ട് ഗൈസ്. ചിലപ്പോൾ അടിയിലുള്ളതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കേട് പിടിച്ചോണേ താഴെ പോകുന്നു. ഞാൻ അടിക്ക് ആലപ്പുഴയിൽ നിന്ന് വേണ്ടപ്പോൾ മേടിച്ചായിരുന്നു. ഈ സ്ട്രോബെറിക്കൊക്കെ ഒരു 59 രൂപ ഉള്ള പ്രൈസ്. ഞാൻ ഇടയ്ക്ക് പിടിച്ചത് 120 രൂപയായിരുന്നേ. പിന്നെ ഞാൻ അവിടുന്ന് അതൊക്കെ മേടിച്ച് കുറച്ച് നട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വേറെ വല്ല ഓഫർ ഉണ്ടോന്നൊക്കെ തപ്പി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഗ്രീൻ ടീ ഒരു ആവശ്യമായിട്ടുള്ളത് കൊണ്ട് അതിന് ഓഫറൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. എന്തായാലും എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീയിലെ കുറേ ഇരിപ്പുണ്ട്. ഹെയറിനുള്ളത്, സ്കിന്നിനുള്ളത്, പിന്നെ എന്താ ഫാറ്റ് കുറയാനുള്ളത്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എനിക്കിനിയിപ്പോൾ ഫാറ്റൊന്നും കുറയാനില്ലാത്തത് കൊണ്ട് ഞാൻ സ്കിന്നിന് ഹെയറിനും ഉള്ളത് എടുത്തത് കേട്ടോ. നല്ലതാണോന്നൊന്നും അറിയില്ല, എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അത് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായേ. എന്തായാലും ഞാൻ സ്കിന്നിന് ഹെയറിനുള്ളത് എന്തായാലും ഞാൻ എടുത്തത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഓഫർ ഉണ്ടെന്ന് കരുതി എല്ലാം പെറുക്കി എടുക്കരുതെന്ന്. എങ്കിലും ഞാനതൊന്നും എടുത്തിട്ടില്ല. എങ്കിലും നമ്മൾ ബില്ല് കാണുമ്പോൾ ഒരു സങ്കടം തോന്നും കേട്ടോ. എല്ലാം പെറുക്കി ഇങ്ങനെ എടുക്കാം. അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം എല്ലാം പെറുക്കാൻ. ഓക്കെ. അങ്ങനെ താഴത്തെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുകളിലോട്ടാണ് പോയി. മുകളിൽ എന്തെങ്കിലും പെറുക്കാനുണ്ടോ എന്ന് നോക്കിയുള്ള യാത്രയിലാണ് ഞാൻ. പെറുക്കാൻ പോയതന്നെ ആൾക്കാരിപ്പം പെറുക്കിയെടുക്കേണ്ടി വന്നതാണ്. എന്തായാലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ മുകളിൽ പോയി. വേറെ പിന്നെ പെറുക്കലും നിർത്തിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. കൂടെയുള്ള ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് വേണം ഒരു വീഡിയോ എടുക്കാൻ. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അത് നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലേ ഗൈസ്. അപ്പം ഒന്നുകൊണ്ട് നമ്മൾ തളരരുത്. അപ്പം അതിനുവേണ്ടി ഞാൻ ഇത് വെച്ച് നോക്കിയതാണ്. അപ്പം അതിൽ ഞാൻ സക്സസ് ആയി. ഇനി ഒരു തെണ്ടിയുടെ സഹായം നമുക്ക് ആവശ്യമില്ല. നല്ല നോക്കിയെടുക്കുക. പിന്നെ ഞാൻ പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ ഓഫർ ഒന്നും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ അങ്ങോട്ട് പറ്റിയില്ല. എന്നാലും ഞാനതൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം എടുത്ത് നോക്കി. പക്ഷേ
നല്ലതായിരിക്കും, നല്ലതാണില്ല ഇട്ടേക്കുന്നത്. പക്ഷെ എന്റെ മൈൻഡിൽ അങ്ങോട്ട് പിടിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി പിന്നെ ദിവസം എടുക്കാമെന്ന്. ജസ്റ്റ് വെറുതെ എന്നാലും പോയതല്ലേ എന്നുകൊണ്ട് നോക്കി. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പോയത് ബാഗിന് എൻ്റെ ഓർമ്മ. ബാഗ് എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ബാഗ്, അതെല്ലാം മേടിച്ചിരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചെരുപ്പൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കി ഞാൻ കേട്ടോ. ഈ ചെരുപ്പിന് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് ഞാൻ ഇട്ട് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ മേടിക്കാം. പിന്നെ ബാഗിന്റെ ഷോ ആയിരുന്നു, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. ഇതെല്ലാം നല്ല ബാഗാണ്, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് പോയി. പോയപ്പോ ഒരു കണ്ണാടി കണ്ടു. കണ്ണാടി കണ്ടപ്പോൾ ഒരു ടീഷർട്ട്, ഇത് നല്ല ടീഷർട്ടായിരുന്നു. അതിനെന്തോ ഓഫർ ഉണ്ടായിരുന്നു, 350 രൂപയുടെ 250 രൂപ അത്ര എന്തോ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ഇത് എടുക്കാന്ന്. കുറെ നാളുകൊണ്ട് ബ്ലാക്ക് ടീഷർട്ട് എനിക്ക് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ വെച്ച് നോക്കി. പിന്നെ അതിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പെറുക്കി എടുത്ത് ഡ്രസ്സിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മളതെല്ലാം നോക്കുമല്ലോ. പിന്നെ ഇതൊക്കെ ഇട്ട് നോക്കാൻ പോകണമായിരുന്നു. അതൊക്കെ ഇട്ട് നോക്കി. പക്ഷേ ഈ ബ്ലാക്ക് എൻ്റെ പാൻറ് ഇട്ടേക്കുന്നത് ലെഗിൻസ് ആയിരുന്നു. പക്ഷേ അതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് വല്ല ചേർച്ച തോന്നിയില്ല. പിന്നെ ആ ബാക്കി കിടക്കുന്ന സ്ലീവ്ലെസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നു ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളെപ്പോഴും ഏത് ഷോപ്പിൽ പോയാലും പിന്നെ എടുക്കാതെ എടുത്ത് വെച്ചിട്ട് വരുന്നതായിരുന്നു. പക്ഷെ ആ ബ്ലാക്ക് ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാൻ സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യാത്തത് കൊണ്ട് അത് ഞാനത് അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് അന്ന് പോയതല്ല, ഇത് പിറ്റേ ദിവസം കൂടെ എനിക്ക് പോകേണ്ടി വന്നു. അപ്പം അന്നത്തെ വീഡിയോ ആണ്. ഇനി വേറെ ഒന്നുമില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.